കുവൈറ്റ് ദുരന്ത വാർത്തകളിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ സംസ്ഥാനത്ത് ആശങ്ക പടരുകയാണ്. 19 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഏറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വരികയാണ്. ഇനിയും ആളുകളെ കാണാനാവുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 19 മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു എന്നതാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം. എന്തായാലും ഈ വാർത്താക്കുറിപ്പിൽ ഒപ്പം സംസ്ഥാനത്തിൻ്റെ തുടർ നടപടികളും വ്യക്തമാവുന്നുണ്ട്. സുവി വിശ്വനാഥൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുവി, സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ ഇനി ഫലപ്രദമാവേണ്ടത് ഈ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലാണ്. അത് സംബന്ധിച്ച് പ്രത്യേക വിമാനം സജ്ജീകരിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കം. സജിത്, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സംഖ്യയിലേക്ക് മരണസംഖ്യ ഉയരുന്നു എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഏറ്റവും സങ്കടകരം എന്ന് പറയുന്നത് 19 മലയാളികൾ മരിച്ചു എന്ന് തന്നെയാണ്. അതിൽ 15 പേരെയാണ് നമുക്ക് ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. ബാക്കി 4 പേർ ആരെല്ലാമാണ് എന്നാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. പരിക്കേറ്റവർ നിരവധിയാണ്. 30-ലധികം പേർക്ക് മലയാളികൾക്ക് പരിക്കേറ്റു എന്ന വാർത്ത വരുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് 19 മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോഴും 4 പേർ ആരെല്ലാമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദുരന്തം കഴിഞ്ഞ് 24 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രവാസ ലോകത്ത് നിന്ന് ഏറ്റവും ദുഃഖാർത്ഥമായ ഒരു വാർത്ത ഉണ്ടായിട്ടും അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും അവരുടെ ഫലപ്രദമായ നടപടികൾ ഇരു സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഇപ്പോൾ കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. അദ്ദേഹം ഏതായാലും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് വ്യോമസേനയുടെ ഒരു പ്രത്യേക വിമാനം തന്നെ തയ്യാറാക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 49 മരണങ്ങൾ സംഭവിച്ചതിൽ 42 മരണങ്ങൾ ഇന്ത്യക്കാരുടേത് മാത്രമാണ്. ആ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരികയാണോ മറ്റെന്തെല്ലാം നടപടികൾ, പ്രത്യേകിച്ചും ആളുകൾ വെന്തു മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പലരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കരിഞ്ഞുപോയ തരത്തിലാണ് മൃതദേഹങ്ങൾ. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയാണ് നടത്തുന്നത്. ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജും ഇപ്പോൾ പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. സജിത്, അതാണ് സാഹചര്യം.